എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ വലിയ വലിയ ബോട്ടിൽസിലൊക്കെയാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് നമ്മൾ ചെയ്യുന്നത് വലിയ ബോട്ടിലൊന്നുമല്ല, നമ്മുടെ പെയിൻറ് ബോട്ടിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഫാബ്രിക്കയുടെ ഒരു പെയിൻറ് ബോട്ടിലാണ്. അപ്പോൾ ഇത് പെയിൻറ് കഴിഞ്ഞപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് നമ്മളെ കെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ സാധാരണ പണ്ടൊക്കെ ചായയൊക്കെ കിട്ടുന്ന കെറ്റിൽ, അത് ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ബോട്ടിൽ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ക്ലേ ആണ്. അപ്പോൾ ഇത് ഞാൻ നോർമൽ വൈറ്റ് ക്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ വൈറ്റ് ക്ലേയിലേക്ക് നമുക്ക് മോൾഡിറ്റ് എന്ന് പറഞ്ഞ ഇത് കിട്ടും, അല്ലെങ്കിൽ നമ്മളുടെ MC-യിൽ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പം നമ്മളിതാ ആദ്യം തന്നെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ബോളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അതിനെ ഒന്ന് റൗണ്ടാക്കി. ഓക്കെ, ജസ്റ്റ് ബോളാക്കുക, എന്നിട്ട് റൗണ്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫെവിക്കോൾ ഏതെങ്കിലും ഗ്ലൂ ആയാലും മതി. എന്നിട്ട് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ നോർമൽ ക്ലേ യൂസ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത്. മോൾഡിറ്റോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ആ റൗണ്ട് ഒട്ടിച്ചതിൻ്റെ മുകളിൽ വേറൊരു ബോള് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാനിങ്ങനെ ആ ബോൾ ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ബോൾ ഉണ്ടാക്കി പ്രസ് ചെയ്ത് അതിനെങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ടാണ് ഒട്ടിച്ച്. പിന്നെ അതിൻ്റെ മുകളിൽ അതിലിരിക്കുന്ന വിധത്തിലൊരു ബോൾ ഉണ്ടാക്കി. ഇനി നമ്മൾ ചെറിയൊരു പീസ് ഓഫ് ക്ലേ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ബോളാക്കി ആദ്യം. ഇനി നമ്മൾ രണ്ട് സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, കറക്റ്റായിട്ടുള്ള സെൻറ്ററിൽ. എന്നിട്ട് അതിനെ ഒന്ന് ആ ബോളിനെ ഒന്ന് നീട്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ കൈ കൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാം, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അതിനെ ഒന്ന് പരത്തിയിട്ട് ഒരു നീളത്തിലാക്കിയിട്ട് ഒന്ന് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, കറക്റ്റായിട്ട് നമ്മുടെ ബോട്ടിൽ നോക്കണം കേട്ടോ. ബോട്ടിലിൻ്റെ താഴത്തെ ബോട്ടിലിൻ്റെ ആ സൈസിൽ വേണം വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം എക്സസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ആ ക്യാപ്പിൻ്റെ അത്രയും സൈസിൽ നിന്നാൽ മതി. ഇനി നമ്മളിതാ ക്ലേ എടുത്ത് വീണ്ടും ഒന്ന് ഇതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് അതിനെങ്ങനെ പൈപ്പ് പോലത്തെ ഷേപ്പിൽ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഷേപ്പായി കിട്ടിക്കോളും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ നേരത്തെ ഇട്ട അതുണ്ടല്ലോ, അതുമ്മ തന്നെ ഗ്ലൂ ഇട്ടിട്ട് രണ്ട് പീസസ് നമ്മൾ വെച്ചല്ലോ, അതുമ്മ ഗ്ലൂ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ഹാൻഡിൽ പോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കെ എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒന്ന് പതുക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ അമർന്നു പോകരുത്, പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹാൻഡിലിൻ്റെ ലുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് നമ്മൾ വീണ്ടും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. റോൾ ചെയ്തിട്ട് അതിനെ പ്രസ് ചെയ്തു. എന്നു വെച്ചാൽ ഇവിടെ ഒരു കണക്ഷൻ പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ആ ഹാൻഡിൽ വെച്ചല്ലോ, അതിൻ്റെ അവിടെ നിന്ന് ഈ താഴോട്ട് ഇത്രയും ഭാഗം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം അപ്പോൾ അതിൻ്റെ എഡ്ജിൽ ഷാർപ്പ് ചെയ്തു കേട്ടോ ഒന്നുകൂടെ ഒന്ന്. എന്നിട്ട് അതിൽ ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ഒട്ടിക്കുന്നത് നമ്മുടെ ബോട്ടിലും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ ഭാഗവും കൂടെ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. മുകളിലത്തെ ബോട്ടിലോട്ടും കണക്ഷനായിട്ട് വരുന്നത്, ക്യാപ്പിൻ്റെ ആ ഭാഗം കണക്ഷനായിട്ട് വരുന്ന വിധത്തിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. രണ്ട് സൈഡിൽ ഒട്ടിക്കുന്നത് രണ്ട് ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ്. ഇത് നമ്മളുടെ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ടിട്ടില്ലേ, അത് ക്ലോസ്ഡ് ആയിരിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും ഇങ്ങനെ കണക്ഷൻ കണ്ടോ. അതിനുശേഷം കുഞ്ഞൊരു ബോൾ എടുക്കുക, ചെറുതായിട്ടൊരു ബോൾ ഇട്ടാക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ചെറിയൊരു ബോൾ എടുത്ത് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് പ്രൊജക്ഷനായിട്ട് നിൽക്കും. എന്നിട്ട് അതിൽ ഗ്ലൂ ഇട്ടിട്ട് ഇത് നമ്മൾ മുകളിൽ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ആണി ഇതിന് വെച്ച് കൊടുക്കില്ലേ, നമ്മൾ സ്ക്രൂ വെക്കില്ല, ആ ഒരു സ്ക്രൂവിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് സൈഡിൽ നമ്മൾ സ്ക്രൂ വെച്ച് കൊടുത്തു. ഇതിന് ശേഷം ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് സെയിം പ്രോസസ്സ് ചെയ്യണം. പക്ഷേ സെയിം പോലെ അല്ല ചെയ്യുന്നത്, അതിനൊരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എടുത്തിട്ട് അതിനൊന്ന് ഇതെടുത്തു. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു, നീട്ടി റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൻ്റെ താഴേട്ട് വരുന്ന അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കണ്ടോ. ആദ്യം നമ്മൾ ഫുള്ളായിട്ട് വെച്ച് ഇനി നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ബോട്ടിലോട്ട് ഒട്ടിച്ചിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വളച്ച് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു ഇതായിരിക്കും. എന്നിട്ട് വളച്ച് ഒന്ന് പിടിച്ചിട്ട്, അതായത് അതിൻ്റെ സെൻറ്ററിലത്തെ കുറച്ച് ഭാഗം ബോട്ടിലോട്ട് നിൽക്കുന്നില്ല, അതുപോലെ നമ്മൾ മുകളിലത്തെ ഭാഗത്തിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്
നിങ്ങൾക്ക് ഞാൻ പിക്ചർ സൂം ചെയ്ത് കാണിക്കാം, ഫൈനൽ പിക്ചർ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ ഉണ്ട് പെൻസിൽ വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് അതിനെ അവിടെ ഒരു ഹോള് പോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം ഇതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന ഒരു ഭാഗം ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ട് ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിൽ ഇതുപോലെ എടുത്തിട്ട് അതിന് ഇങ്ങനെയൊന്ന് ഷേപ്പ് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക കണ്ടോ. ജസ്റ്റ് അതിനെ വളച്ച് ഈ ഒരു ഷേപ്പിൽ എന്നിട്ടൊന്ന് വെച്ച് നോക്കുക നമ്മൾ, എന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് വളച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെയായിട്ട് നമ്മളുടെ ആ കണക്ഷൻ്റെ താഴെയായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുക. ഏകദേശം ബോട്ടിലിൻ്റെ മിഡിലുമായിട്ട് വരണം കേട്ടോ. നമ്മുടെ ക്ലേ ഒക്കെ ആകുമ്പോൾ ഒട്ടാനൊക്കെ ആയിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഞാനവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൗൾഡിറ്റ് ആണെങ്കിലും കുറച്ച് സമയം പിടിക്കും കേട്ടോ ഒട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ലോലി ആ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ വളഞ്ഞു പോകുന്നുണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ക്യാപ്പ് വെച്ച് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പോർഷൻ ആയാലും ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മാറ്റം വരും. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് അതിനെ കറക്റ്റാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സൈഡിലും ഒരു സാധനം കൂടി ഒട്ടിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ബോൾ ഉണ്ടാക്കിയിട്ട് അതിനൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്തു, എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒട്ടിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വെള്ളം പോകുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് ബോട്ടിലിനോട് കൊടുത്തിട്ടുണ്ട്, ഷേപ്പ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇനി ഇത് ഉണങ്ങണം. അപ്പോൾ നമുക്കിത് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടി ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഇത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നോർമൽ ക്ലേ ആണ്, അതുകൊണ്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ തുമ്പിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓപ്പൺ ആയിട്ട് കാണാനായിട്ട്. അതിനുശേഷം നമ്മളിതാ ഇനി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റുകളൊക്കെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു സിൽവർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പെയിൻറ്റാണ് കൊടുക്കുന്നത്. നമുക്ക് സ്പ്രേ പെയിൻറ്റ് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും സ്പ്രേ പെയിൻറ്റ് തന്നെ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ നോർമൽ പെയിൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പെയിൻറ്റ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്രിലിക് പെയിൻറ്റ്സോ, ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്നത് ടെംബ്ര പെയിൻറ്റാണ്. ഓക്കെ, ഈ ഒരു സിൽവർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സിൽവർ പെയിൻ്റ് അല്ല ആക്ച്വലി, നോർമൽ നമ്മുടെ അക്രിലിക്കിലും ഇതുപോലത്തെ ഒരു സിൽവർ കളർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ഇരുന്ന സിൽവർ വൈറ്റ് പോലത്തെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാതിരുന്നത്. ഈ ഒരു ടെംബ്ര കളർ യൂസ് ചെയ്തത് ഈ ഒരു കളർ കിട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിൽ കൊടുക്കാം, ഇന്ന കളർ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഞാനത് നോർമൽ ഓരോ കെറ്റിലിൻ്റെ ഒരു കളർ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. നമുക്ക് നല്ല കളേഴ്സൊക്കെ കൊടുത്ത് വരച്ചൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഒരെണ്ണം ഞാൻ ചെയ്തത് നമ്മുടെ സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ടാണ്. അത് കുറച്ചും കൂടെ ഫിനിഷിങ് ലുക്ക് കിട്ടും കേട്ടോ. സ്പ്രേ പെയിൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാം കേട്ടോ. അപ്പോൾ പല കൂട്ടുകാരും പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ അതാ ഇനി ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായി ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കാണിക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ഇത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് പെയിൻറ്റും കൊടുക്കാം, ഏത് കളറും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തത് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ആയിട്ട് കാണിച്ചു തരാം. സൂം ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഓരോ പോർഷൻ ഞാൻ പറഞ്ഞത് എത്രയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ അത് അത്രയും കൂടെ എനിക്ക് ചെറിയ ബോട്ടിലായതുകൊണ്ട് എടുത്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കാണാം ഫോട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ ഫോട്ടോ. ഇതാണ് നമ്മൾ ആ റൗണ്ട് ഒട്ടിച്ചത്. പിന്നെ കണ്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ആ ബോൾ വെച്ചത്, പിന്നെ അതുപോലെ ആ വെള്ളം പോകാനുള്ള നോസ്, അതുപോലെ ഹാൻഡിൽ, ഇതൊക്കെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേറൊരു സ്റ്റൈലിലും കൂടെ ഒരു ഫോട്ടോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. കണ്ടോ സൈഡിലൊക്കെ നമ്മൾ വെച്ചത്. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു ഫോട്ടോയും കൂടെ വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്, അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.